നൈസാണ്. ഇപ്പോൾ ഇറങ്ങിയിൽ വെച്ച് നൈസാണ്. പിന്നെ ആക്ഷൻ സീൻസ് അൻപരൂപ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിത് കിങ് ഓഫ് ദക്കാരും നൈസായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് കണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇത്. OTT വന്ന എങ്ങനെ കാണുമെന്ന് അറിഞ്ഞൂടാ. നൈസ് പടമാണ്, എല്ലാവരും ഒന്ന് കാണണം. നൈസായിരുന്നു ബ്രോ. അതിൽ ഞാൻ സ്പോയിലർ പറയുന്നത് ആൾക്കൊരു ഗംഭീര സീക്വൻസ് ഉണ്ട്, എല്ലാവരും ഒന്നും കണ്ടാൽ കൊള്ളായിരിക്കും. അങ്ങനെ വെച്ചാൽ ആ ഒരു ഗുസ്ബംസ് ഉണ്ട്, ആ ഒരു ത്വരയുണ്ട്. നൈസ് പടം. ആ തല്ലുമാലയ്ക്ക് ശേഷം ആ ഒരു വൈബില്ലേ, ആ ഒരു ഫീലുണ്ട്. കൊള്ളാം, നൈസ് പടം. തിങ്സോ സീൻ പടം എടുത്തുള്ള ഫൈറ്റൊക്കെ തീരുമാനം. ഓണം RDX അടിപൊളി. ബാബുവേട്ടനി അടിപൊളിയാണ്, അത് കണ്ട് അനുഭവിക്കേണ്ട ഒരു സാധനമാണ്. നല്ലതാണ്, ഫൈറ്റൊക്കെ നല്ല പോലെ ഉണ്ട്. എല്ലാവരും 3 പേരും നല്ല പോലെ ഉണ്ട്. സിനിമ സെറ്റാണ്. എല്ലാവരും നല്ല പോലെ ഉണ്ട്. RDXനായിരിക്കും. ഫാമിലിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും യങ്സ്റ്റേഴ്സിന് നല്ലപോലെ ഇഷ്ടപ്പെടും. ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു പടം ഇറങ്ങിയിട്ടില്ല, അതുപോലെ അടിപൊളി. കോമഡി ആക്ഷനും എല്ലാം നല്ല രീതിയിൽ എടുത്തേക്കും. സൂപ്പർ പടം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മറ്റേ ദുൽഖറിൻ്റെ പടത്തിനേക്കാളും 10 ഇരട്ടി ചിരിപ്പിയും കോമഡി എല്ലാം ഉണ്ട്. അടിപൊളി, നല്ല അടിപൊളി സിനിമ. ഫൈറ്റ് മേക്കിംഗ് എല്ലാം അടിപൊളി, അടിപൊളി. രക്ഷയില്ല. നീരജ് മാധവാണ് അടിപൊളി. ബാബുവിൻ്റെ മാസ് ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്, എല്ലാവരും കാണണം. കിടുവാണ്, കണ്ട് തന്നെ പറയണം. കിടിലുമാണ്. ഇറങ്ങിയാൽ ആരെങ്കിലും ഇടിക്കാൻ തോന്നുന്നു, ആ മൂടാണ്. നല്ല പടം. ഫൈറ്റ് തന്നെയാണ് മെയിനായിട്ട്. 3 കള്ള. ആക്ഷന് ഒരു രക്ഷയില്ല, അടിച്ച് തകർത്തവർ. 3 പേരെങ്കിലും ഒന്നിനൊന്നും വെച്ച എല്ലാവരും ബെസ്റ്റ് തിയേറ്റേഴ്സ്. ഓണം ഇതേര് തൂക്കും. നല്ല സിനിമ, ഫുൾ അടിയല്ല, സ്റ്റോറിയുണ്ട്, എല്ലാം കൂടെ കലർന്ന നല്ലൊരു സിനിമ. ഈ ഇടയിൽ കണ്ടാൽ സൂപ്പർ, നല്ല ഡയറക്ടർ. അടിപൊളി പടം, കിടിലം പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെ അങ്ങേറ്റം എല്ലാം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു, 3 പേരും കലക്കിയിട്ടുണ്ട്. പിന്നെ ബാബു ആൻ്റണിക്ക് ഇതിൻ്റെ അകത്തൊരു കിടക്കാച്ചൊരു ഇതുണ്ട്, അത് നന്നായിട്ടുണ്ട്, സൂപ്പർ. ഉറപ്പാണ്, 100%. സിനിമയിലെടുത്ത ഫൈറ്റിങ് തന്നെ, ആക്ഷൻ, അൻപറിവിൻ്റെ അവരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ ഭയങ്കര കുസംസാണ്. RDXനെ തൂക്കുന്നതാണ്. RDX. Well, Australian bowling lineup പോലെ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ പറഞ്ഞില്ലേ, ഓസ്ട്രേലിയയുടെ ബൗളിംഗ് ലൈനപ്പ് പോലെ അത്രയ്ക്ക് പ്രിസൈസ് ആൻഡ് ഇറ്റ്സ് വെൽ മെയ്ഡ്, സൂപ്പർ. ഉഗ്രം പടം, നന്നായിരിക്കും. ഫുൾ അടിയും കുഴപ്പമില്ല. 3 പേര് നന്നായിരിക്കും. നീരജ് മാധവ് അവരുണ്ട്. പിന്നെ ആൻ്റണി ഷെയ്ബ് കുഴപ്പമില്ല, കൊള്ളാം. 3 പേരും മിക്കവാറും RDX മറ്റേ കുഴപ്പമില്ല. ബാബുവാൻ്റണിയും കുഴപ്പമില്ല, കുഴപ്പമില്ല, കൊള്ളാം. ബ്രോ, അജഗജാന്തരം കഴിഞ്ഞിട്ടുള്ള അടുത്ത അടിപ്പടം എന്ന് വെച്ചാൽ വേറെ വൈബ് പടമാണ്, വേറെ ഒന്നും കാണാനിട്ടില്ല. വൈബ് കാണണമെങ്കിൽ മാത്രം വന്നാൽ മതി, അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഫുൾ അടിയാണ്, തുടക്കം മുതൽ അവസാനം വരെ അടിയാണ്. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി പൊരിഞ്ഞടി, പക്ക ആക്ഷൻ വരെ. വേറെ കരാട്ട പടം, വേറെ ഒന്നുമില്ല. അത് കാണാനായിട്ടുള്ളവർ മാത്രം വന്നാൽ മതി, അത്രേ പറയുള്ളൂ. അടിപൊളി പടം, ഒന്നും പറയാനില്ല. 3 പേര് സെറ്റായിട്ടുണ്ട്. ബാബു ആൻ്റണി ലാസ്റ്റ് വന്നിട്ട് ഒരു കലക്ക് സീനുണ്ട് ബ്രോ, ഒന്നും പറയില്ല. നമ്മൾ ആക്ഷൻ കിങ് ബാബു ആൻ്റണി ലാസ്റ്റ് തിരിച്ചു വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ ബ്രോ, സെറ്റ് പടമാണ്. ഈ ഓണം മിക്കവാറും RDX തന്നെയാണ് ബ്രോ. RDX ഫൈറ്റ് സീനൊക്കെ അടിപൊളി, നല്ല സിനിമയായിരുന്നു. സിനിമ സ്റ്റണ്ട് ആക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു. 3 പേരും അടിപൊളിയായിരുന്നു. നീരജ് മാധവ് 3 പേരും. ബാബു ആൻ്റണി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ലൊരു സാധനം. തുടക്കം വരെ അടിപൊളിയായിരുന്നു. സ്റ്റണ്ടൊക്കെ അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു, ഒന്നും പറയില്ല. RDX തൂക്കും. അടിപൊളി പടം, സൂപ്പർ പടം. അഭിനയം നല്ല, ഇത് സൂപ്പർ പടം, സൂപ്പർ അഭിനയം.